കൂടെ ഉണ്ടായിരുന്ന സുഗതൻജി, ഹിന്ദു പാർലമെന്റിൽ ഞങ്ങൾ രണ്ടുമാണ് തുടങ്ങിയത്. സുഗതൻജി എന്ന് പറഞ്ഞാൽ അഖില ഹാദിയ, മതം മാറിയ അഖില ഹാദിയെ തെരുവിൽ കൊല്ലണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ സുഗതൻജി ഇരുട്ടി വെളുത്തപ്പം മതേതരനായി ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ സൈഡിൽ ഇരുന്ന വ്യക്തിയാണ്. വെള്ളാപ്പള്ളി നരേശൻ സാർ എനിക്കും ആദരണീയനാണ്. പക്ഷേ മുസ്ലിങ്ങൾ മലപ്പുറത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് മുസ്ലിങ്ങൾ കാരണം ശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നരേശൻ സാറ് ഗുരുവിനെ, ശ്രീനാരായണ ഗുരുദേവൻ എന്ന ലോക ഗുരുവിനെ പകർത്തിയ ആളാണെന്ന് പറയുന്നത് സെൻട്രൽ ലെഫ്റ്റ് ആയിട്ടാണോ? ശ്രീ CP സുഗതനെ അവിടെ എടുത്തത് സെൻട്രൽ ലെഫ്റ്റോ മാർക്സിസ്റ്റോ ആയിട്ടാണോ? കുറച്ച് ഈഴവ വോട്ടുകൾ പോകണ്ടെന്ന് വിചാരിച്ച് വെള്ളാപ്പള്ളി നരേശൻ സാറിനെയും കുറച്ച് ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ശ്രീ CP സുഗതനെയും ഒക്കെ കൂടെ നിർത്തുന്ന നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവ് മാർക്സിസ്റ്റ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, സെൻട്രൽ ലെഫ്റ്റോ എങ്കിലും ആണോ എന്നും കൂടെ പറയണം. അപ്പോ ഒരു പ്രപ്പോസിഷൻ നമ്മൾ പറയുമ്പോൾ, ഒരു വാദം പറയുമ്പോൾ സത്യസന്ധമായി പറയണം. ഞാനൊരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്, ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ വെള്ളാപ്പള്ളി സാറ് പറയുന്നത് എനിക്ക് പോലും ദഹിക്കാത്ത കാര്യങ്ങളാണ്. ആ വെള്ളാപ്പള്ളി സാറിനെ ന്യായീകരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സഖാവിനേക്കാൾ എന്തായാലും മതസൗഹാർദ്ദവാദിയാണ് ഞാൻ. അപ്പൊ അത് പറയുമ്പോൾ കോൺഗ്രസ് ആണ് സെൻട്രൽ ലെഫ്റ്റ്, BJP സെൻട്രൽ റൈറ്റ് ആണ്. ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് അനിൽ സഖാവിനോട് വളരെ താഴ്മയെ അപേക്ഷിക്കും. ശരി, അവസാനമായി ശ്രേൽകുമാർ. അല്ല, എന്തായാലും ജിൻഡോ ജോണിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കമ്മട്ടം ഉണ്ടാക്കിയ രാഹുൽ ഈശ്വർ ഏത് വലതുപക്ഷത്തിൻ്റെ ശക്തികളെ ഉരുവിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അത്താണിയാണ് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറംചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ജിൻഡോ ജോൺ ഇവിടെ കുറേ കാര്യങ്ങൾ വിളമ്പിയല്ലോ. കൊടകരയിൽ കുഴൽപ്പണക്കേസ് അന്വേഷിക്കുന്നത് ED ആണ് എന്നറിയാത്ത വിഡ്ഢികളാണോ ഈ നാട്ടിലുള്ളത്? അവരൊരു കുറ്റപത്രം കൊണ്ട് കൊടുത്തു എന്നറിയാത്ത വിഡ്ഢിയാണോ ഈ ചർച്ച പങ്കെടുക്കുന്നത്? ആ വിഡ്ഢിക്ക് മനസ്സിലായിട്ടില്ലേ ആ കുടകര കുഴൽപ്പണ കേസിലെ ED RSSകാരായ BJPക്കാരായ പ്രതികളെ രക്ഷപ്പെടുത്തിയാണ് കുറ്റപത്രം കൊടുത്തതെന്ന്? അത് നല്ല ഒരു മറുപടിയാണെന്ന് പറയുന്നത് പരമവിഡ്ഢിയായിട്ടുള്ള ഒരാളല്ലേ? ഇങ്ങനെയൊക്കെയാണോ ചാനൽ ചർച്ച പങ്കെടുക്കേണ്ടത്? കൊടകര കുഴൽപ്പണ കേസിൽ ED അന്വേഷിച്ചില്ലേ? കുറ്റപത്രം കൊടുത്തില്ലേ? വേണുവിന് അറിയത്തില്ലേ? അത് നല്ല മറുപടിയായിപ്പോയി. എന്താ നല്ല മറുപടിയായിപ്പോയത്? BJP നടത്തിയ 44 കോടി രൂപയുടെ കളവ് പിടിച്ച് കൈക്കൊടുത്ത പിണറായി വിജയൻ BJP ആണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് കൈയടിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, കോൺഗ്രസും BJP ഒരുമിച്ചാണ്. ഇന്ന് BJPക്ക് വേണ്ടി ഇവിടെ വേഷം കെട്ടി വന്ന രാഹുൽ ഈശ്വറും ജിൻഡോ ജോണും എല്ലാം ഒറ്റ സംഘമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഘം. ഇവിടെ എന്താണ് വലിയ ചർച്ച? EMS 2.25 കൊല്ലം ഇരുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തെ പോലെ മുന്നിൽ നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചുണ്ടോ? ഞങ്ങൾ ഭരണം കൊണ്ട് മാത്രമല്ല കേരളത്തെ ഉണ്ടാക്കിയത്, അത് ആദ്യം മനസ്സിലാക്കണം. കുടികിടപ്പ് സമരം കേട്ടിട്ടുണ്ടോ? മിച്ചഭൂമി സമരം കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ കൂലിക്ക് വേണ്ടിയുള്ള സമരം കേട്ടിട്ടുണ്ടോ? ഈ കൂലിക്ക് വേണ്ടി സമരം നടത്തിയപ്പോൾ ഈ വ്യവസായം എല്ലാം നാട് വിട്ടു പോകുമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അവിടെ ഇന്ത്യ രാജ്യത്ത് മനുഷ്യൻ ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ചു കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തലശ്ശേരിയിൽ വർഗീയ കലാപം കേട്ടിട്ടുണ്ടോ? RSS ആണ് വർഗീയ കലാപം നടത്തിയെന്ന് അറിയാമോ? ആ വർഗീയ കലാപം നടത്തിയ RSSനെതിരായി അന്ന് മുതൽ ഇന്ന് വരെ ഈ കേരളത്തിനകത്ത് നിൽക്കുന്നത് ഞങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ആ മാറാട് കലാപം നടക്കുമ്പോൾ 1-ാം കലാപം 2-ാം കലാപം ആന്റണി മാളത്തിൽ നിന്ന് വന്ന് നിലവിളിച്ച് നിങ്ങൾ കേട്ടോ? ആന്റണി എന്തിനു മാളത്തിൽ നിന്ന് പുറത്തു വന്നു? നിങ്ങൾ RSSന്റെ B ടീമാണ്. മാറാട് കലാപം 1-ാം കലാപം നടത്തിയ RSS സഹായകരമായി RSSനെതിരായിട്ട് കുറ്റപത്രം കൊടുത്തില്ല ആന്റണി. അപ്പോൾ 2-ാം മാറാട് കലാപം ഉണ്ടായി. അപ്പോൾ അതിനേക്കാൾ കടുത്ത നടപടിയിലേക്ക് ആന്റണി പോയി. ആന്റണി എന്ന് പറയുന്നത് വർഗീയതയുടെ B ടീമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിനും സമൂഹത്തിനകത്ത് ജിൻഡോ ജോണ് KPCC ആഫീസിൽ നിന്ന് എന്തോ പഠിച്ചിട്ട് കാളമൂത്രം പോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വിളമ്പിയത് ഒരു ചർച്ചയിൽ നമ്മൾ കേട്ടിരിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് കേട്ടോണ്ടിരുന്ന ഉടനെ ഈ ആൾ പറയണതല്ല യോഗ്യ. എന്തെല്ലാം വിഡ്ഢിത്തരാ പറഞ്ഞത്, എന്തെല്ലാം മണ്ടത്തരാ പറഞ്ഞത്. അതുകൊണ്ട് KPCC ആഫീസിൽ നിന്ന് വാട്സപ്പിൽ എഴുതി തരുന്നതും വെച്ച് ചർച്ചയ്ക്ക് വരികയല്ല വേണ്ടത്, വിഷയത്തിൽ ചർച്ച ചെയ്യണം. വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം? കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ബാങ്കിൽ ED വരണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന മുണ്ടേലയിൽ ED വരണോ? കരിവന്നൂരിൽ നിങ്ങൾ പറഞ്ഞു AC മൊയ്തീൻ ഏതാണ്ട് ഉണ്ടാക്കി. എന്നാൽ പിന്നെ അങ്ങ് പിടിക്കുക. ED പരിശോധിച്ചില്ലേ AC മൊയ്തീൻ്റെ അക്കൗണ്ട്? AC മൊയ്തീൻ്റെ അക്കൗണ്ട് ED പരിശോധിച്ചില്ലേ? ഇനി നിങ്ങൾക്ക് AD പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തപ്പാ. നിങ്ങൾ കുറെ വിവരമുള്ള ആളുകൾ നടക്കുന്നുണ്ടല്ലോ, വലിയ പണ്ഡിതന്മാർ, ഡോക്ടറേറ്റ് എടുത്തിട്ട് വ്യാജം ഉണ്ടാക്കിയിട്ട് അശ്ലീലവും കച്ചവടം ചെയ്തിരിക്കുന്ന വീരന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. തീർന്നില്ല പാരസെറ്റമോളും കഴിച്ചിട്ടേ
പാരസെറ്റമോളും കഴിച്ചിട്ടേ സിട്രസിനും കിട്ടിട്ട് ഉറങ്ങിക്കോ. പക്ഷെ ഇത് കേരളം കാണുന്നുണ്ട് കേട്ടാ.